ഏറ്റവും പുതിയ ചിത്രങ്ങളുടെ വിശേഷങ്ങളുമായി എത്തിയിരിക്കുന്ന ഷൂട്ട് ആൻഡ് ഷോയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നീണ്ട ഇടവേളയ്ക്ക് ശേഷം അടൂർ ഗോപാലകൃഷ്ണൻ സംവിധാനം ചെയ്തിരിക്കുന്ന പുതിയ ചിത്രമാണ് പിന്നെയും. ദിലീപും കാവ്യ മാധവനുമാണ് ഈ ചിത്രത്തിലെ നായികന്മാർ. ഹൃദയസ്പർശിയായ ഒരു കുടുംബ ചിത്രമാണ് പിന്നെ. ജോലിയുള്ള ഭാര്യയും ജോലി അന്വേഷിക്കുന്ന ഭർത്താവും അവരുടെ കുട്ടിയും അടങ്ങുന്ന ഒരു കുടുംബത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് പിന്നെയും. നെടുമുടി വേണു, വിജയ് രാഘവൻ, ഇന്ദ്രൻസ്, KPSC ലളിത തുടങ്ങിയ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ഒപ്പം. അന്ധനായ ജയരാമൻ എന്ന കഥാപാത്രത്തെയാണ് മോഹൻലാൽ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. വിമല രാമനാണ് ഈ ചിത്രത്തിലെ നായിക. സിദ്ദിഖ്, ഇന്നസെന്റ്, അജു വർഗീസ്, നെടുമുടി വേണു തുടങ്ങിയ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ആക്ഷനും കോമഡിയും ഇഴചേരുന്ന ഒരു മാസ് എന്റർടൈനറാണ് ഇടി. ഇൻസ്പെക്ടർ ദാവൂദ് ഇബ്രാഹിം എന്ന കഥാപാത്രവുമായി എത്തുകയാണ് ജയസൂര്യ ഈ ചിത്രത്തിൽ. ശിവതയാണ് ഈ ചിത്രത്തിലെ നായിക. ബിജു മേനോനെ നായകനാക്കി VK പ്രകാശ് സംവിധാനം ചെയ്ത മരുഭൂമിയിലെ ആന വിജയകരമായി പ്രദർശനം തുടരുന്നു. സംസ്കൃതി ഷേണായിയാണ് ഈ ചിത്രത്തിലെ നായിക. പൃഥ്വിരാജ് നായകനാകുന്ന പുതിയ ചിത്രമാണ് ഊഴം. ദിവ്യ പിള്ളയാണ് ഈ ചിത്രത്തിലെ നായിക. മെമ്മറൈസിന്റെ വിജയത്തിനു ശേഷം ജിത്തു ജോസഫും പൃഥ്വിരാജും ഒന്നിക്കുന്ന ചിത്രമാണ് ഊഴം. ബാലചന്ദ്ര മേനോൻ, സീത, നീരജ് മാധവ് തുടങ്ങിയ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. നക്ഷത്രങ്ങൾ എന്ന ചിത്രത്തിന് ശേഷം രാജു ചെമ്പക്കര സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് ചിന്നദാദ. പുതുമുഖ താരങ്ങളായ ഹാരിസ്, അരുണിമ എന്നിവരാണ് ഈ ചിത്രത്തിലെ നായികന്മാർ. ചിന്നദാദ എന്ന് പറയുമ്പോൾ ഇതൊരു തമിഴ് സിനിമയല്ല, ഇതൊരു മലയാള സിനിമയാണ്. അതിൽ തമിഴ് ടൈറ്റിലാണ്. തമിഴ് ടൈറ്റിലായിരുന്നു അതിനെ കുറച്ചും കൂടെ ആപ്റ്റ്, ചിന്നദാദ. അപ്പോൾ ആ ടൈറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കണം, ഇതൊരു ഇറ്റ്സ് ആൻ ആക്ഷൻ ഫിലിമാണ്. ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഗോപാലകൃഷ്ണനാണ്. ഇതിന്റെ ഡയറക്ടർ രാജു ചെമ്പക്കരയാണ്. ആക്ഷന് പ്രാധാന്യം നൽകി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രത്തിൽ സുധീർ കരമന, റിയാസ് ഖാൻ, ഷാജോൺ തുടങ്ങിയ താരങ്ങളും അഭിനയിച്ചിരിക്കും. ദേശീയ അവാർഡ് നേടിയ പ്രിയമാനസം എന്ന സംസ്കൃത സിനിമയ്ക്ക് ശേഷം വിനോദ് മങ്കര സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രമാണ് കാംബോജി. വിനീതാണ് ഈ ചിത്രത്തിലെ നായകൻ. ലക്ഷ്മി ഗോപാലസ്വാമിയാണ് ഈ ചിത്രത്തിലെ നായിക. 1970കളിൽ മലബാറിൽ നടന്ന ഒരു യഥാർത്ഥ സംഭവത്തിന്റെ ചലച്ചിത്ര ആവിഷ്കാരമാണ് കാംബോജി. സംഗീതത്തിനും നൃത്തത്തിനും പ്രാധാന്യം നൽകിയാണ് ഈ ചിത്രം അവതരിപ്പിക്കുന്നത്. മോഹിനിയാട്ട നർത്തകിയായ ഉമ അന്തർജനം എന്ന കഥാപാത്രത്തെയാണ് ലക്ഷ്മി ഗോപാലസ്വാമി ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. കഥകളി നടൻ കുഞ്ഞുണ്ണിയായി വിനീതും എത്തുന്നു. ഇവർ തമ്മിലുള്ള പ്രണയത്തിന്റെ കഥ പറയുന്ന ചിത്രമാണ് കാംബോജി. ജയസൂര്യ നായകനാകുന്ന പുതിയ ചിത്രമാണ് പ്രേതം. മൈൻഡ് റീഡറായ ജോൺ ഡോൺ ബോസ്കോ എന്ന കഥാപാത്രത്തെയാണ് ജയസൂര്യ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. അജു വർഗീസ്, ഗോവിന്ദ് പത്മസൂര്യ, പേളി തുടങ്ങിയ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. ഭഗത്, സോബിൻ, ശൃംദ തുടങ്ങിയ താരങ്ങളും ഈ ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നു. അനീഷ് ഉപാസനയാണ് ഈ ചിത്രത്തിന്റെ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഷൂട്ട് ആൻഡ് ഷോയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം.